ഗുരുവായൂരിൽ യുവതിയെ കൊലപ്പെടുത്താൻ സ്ത്രീ വേഷത്തിലെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ പ്രധാന പ്രതി പ്രസാദുമായുള്ള അടുപ്പം യുവതി പ്രസാദിന്റെ ഭാര്യയെ അറിയിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. പ്രസാദിനൊപ്പമുള്ള ചിത്രങ്ങൾ യുവതി ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തത് പ്രകോപനമായി. ഗുരുവായൂരിലെത്തി യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്ന് പോലീസ് പറയുന്നു. എന്നാൽ യുവതി താമസിക്കുന്ന സ്ഥലം കണ്ടെത്താൻ പ്രസാദിനും സംഘത്തിനും കഴിഞ്ഞില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം പുറത്തു വരുന്നത്. യുവതിയെ ഒരു സ്ത്രീ വേഷത്തിലെത്തി കൊലപ്പെടുത്താനുള്ള നീക്കം, അതിന് പിന്നിൽ മുൻ കാമുകനാണ് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കേസിൽ ഇപ്പോൾ പോലീസിൻ്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് ഈ ഭാര്യയ്ക്ക് ഇത്തരം ഫോട്ടോകൾ അയച്ചു കൊടുത്തതിൻ്റെ വിരോധം, അതിനപ്പുറം മറ്റെന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം? കൊലപാതകം തന്നെയായിരുന്നോ? പോലീസിൻ്റെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? ടോം, ഇതിൽ കൊലപാതകം തന്നെയായിരുന്നു ലക്ഷ്യമെന്നാണ് ഈ പ്രതി ഇവരോട് പോലീസിനോട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവരെ അപായപ്പെടുത്തുക, തൻ്റെ കുടുംബജീവിതം നശിപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് ഇയാൾ പ്രസാദിന് കാര്യങ്ങൾ മനസ്സിലായതിനെ തുടർന്നാണ് ഇവരെ ഇല്ലാതാക്കുക എന്നൊരാശയത്തിലേക്ക് ഇയാൾ വരുന്നത്. വളരെ അവിചാരിതമായാണ് ഇയാളെ ഈ സംഘത്തെ തന്നെ പോലീസിൻ്റെ കണ്ണിൽപ്പെടുന്നത്. കാരണം അവിടെ പെട്രോളിംഗ് നടത്തിയായിരുന്ന അവർ ഈ സ്ത്രീ വേഷത്തിൽ ഒരാൾ നിൽക്കുന്നത് കണ്ട് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ അത്ര ഒരു കൃത്യമല്ലാത്ത ഉത്തരങ്ങളാണ് ഇയാൾ തരുന്നതെന്ന് തുടക്കത്തിൽ തന്നെ പോലീസിനെ ബോധ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇയാളെ ഈ കസ്റ്റഡി എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇടുക്കിയിൽ ആണ് ഇയാളുടെ വീട് എന്ന കാര്യമെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ തന്നെ പോലീസ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചു. ഇടുക്കിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോഴെല്ലാം ഇയാളുടെ പേരിൽ നിരവധിയായ ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നത് പോലീസിന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ഈ ഒരു സംഭവത്തിൻ്റെ അതിലൊരു നിർണായക ട്വിസ്റ്റ് എന്ന് പറയാവുന്ന കാര്യം. തുടർന്ന് പോലീസ് ഇയാളോട് വിശദമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ ഈ സ്ത്രീവേഷത്തിൽ എത്തിയതിൻ്റെ കാരണം തന്നെ പറയുന്നത്. ഇവിടെ ഇയാളുടെ കൂട്ടുകാരിയുണ്ട്, അവരുമായിട്ട് നാളുകളായിട്ട് അടുപ്പത്തിലാണ്, ഇവിടെ സ്പായിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ സൗഹൃദങ്ങൾ ഇയാളുടെ ഭാര്യയ്ക്ക് തന്നെ ചിത്രങ്ങൾ അടക്കം അയച്ചു കൊടുക്കുകയും കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ അത് തൻ്റെ കുടുംബം ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ ഒരാൾ അത് തീർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ബോധ്യത്തിലേക്ക് വന്നു. ഇവരെ കൊണ്ട് ആ രീതിയിലുള്ള ഉപദ്രവങ്ങൾ തനിക്കുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി ആ കൂട്ടുകാരിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ വീട് കണ്ടെത്താനോ മറ്റോ ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ പോലീസിന് തോന്നിയ ഒരു സംശയം ഇത് ഒറ്റയ്ക്കായിരിക്കില്ല എത്തിയത് എന്നതാണ്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരൊരു വാഹനത്തിൽ മറ്റുള്ളവർ കൂടി, ഇയാളുടെ സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാകുന്നത്. ഈ വാഹനം കസ്റ്റഡി എടുക്കുകയും അത് പരിശോധിക്കുകയും എല്ലാം തന്നെ ചെയ്തപ്പോൾ അതിൽ നിന്ന് കഞ്ചാവ് അടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ ലഹരി വിൽപ്പനയും ഗുരുവായൂർ പരിസരങ്ങളിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് അത്തരം ചില ഇടപാടുകൾ കൂടിയുള്ള സംഘം ആണിത്. അപ്പോൾ ഒരു കുപ്രസിദ്ധരായ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ സാന്നിധ്യമുള്ള ആളുകൾ തന്നെയാണ് ഇവരെല്ലാം എന്നത് പോലീസിനെ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസ് ഇനിയിപ്പോൾ ഇവർ ഇതിനു മുൻപ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുൻപ് ഈ കൊലപാതക ശ്രമം വല്ലതും നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇയാളുടെ കൂട്ടുകാരിയായ സ്ത്രീയെയും വിളിച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാളുടെ കുടുംബത്തെയും ഇത്തരം കാര്യങ്ങൾ അറിയിച്ചു, അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഈ സംഘം അവർക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ മറ്റു കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ഏതെങ്കിലും കേസുകളിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളാണോ ഇവർ? മാത്രമല്ല, യുവതിയുടെ ഭാഗത്തു നിന്ന് നേരിട്ട് പോലീസിന് പരാതി കിട്ടിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് നേരിട്ട് അവരെ ആക്രമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ? ടോം, ഇതിലിപ്പോൾ ഇവരുടെ ഒരു കുറ്റസമ്മത മൊഴി എന്നതെല്ലാം തന്നെ ഇയാൾ പറയാവുന്നത് പോലെ ഇവരെ അപായപ്പെടുത്താൻ വേണ്ടി വന്നതാണ് എന്നതാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ ഇത്തരം കാര്യങ്ങൾ യുവതിയെ തന്നെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എതിരെ ഈ രീതിയിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അവരിൽ നിന്ന് വിശദമായ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടപ്പോൾ അതൊരു പരാതിയുടെ സ്വഭാവത്തിലേക്ക് ഒരുപക്ഷെ മാറിയേക്കാം. അങ്ങനെയെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കേസെടുക്കാനുള്ള നീക്കമെന്നത് പറയുന്നത്. ഇവർക്ക് ലഹരി ഉപയോഗിക്കുന്നവരാണ്, ലഹരി
ലഹരി കച്ചവടക്കാരാണ് മറ്റുള്ള കൂട്ടത്തിലുള്ളവർ എന്നതെല്ലാം തന്നെ പോലീസിന് വ്യക്തമായിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള നടപടികളുമായിട്ട് പോലീസിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്തായാലും ഇവർക്ക് ഈ മറ്റുള്ളവർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസ് കൃത്യമായി അന്വേഷിക്കുന്നത്. ഗുരുവായൂർ പരിസരങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് ഈ ലഹരി കച്ചവടം അടക്കമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെയാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. ആ കാര്യങ്ങളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂരിൽ യുവതിയെ സ്ത്രീ വേഷത്തിലെത്തിയാണ് കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായത്. പക്ഷേ ഈ പ്രതികളുടെ നീക്കം പൊളിയുന്നു. പോലീസ് ഇവരെ പിടികൂടുന്നു. വിശദമായ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.